ഹലോ എവ്രി വൺ. ഈ വീഡിയോയിൽ ഞാൻ ഇന്നത്തെ കറണ്ട് അഫയേഴ്സാണ് ഞാൻ ഡിസ്കസ് ചെയ്യുക. ഇന്ന് ഏപ്രിൽ 26 അപ്പോൾ ഇന്നലെ വരെയുള്ള മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ന്യൂസ് ആയിരിക്കും ഞാൻ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതിനോട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന ചില സ്റ്റാറ്റിക് GK പോർഷനും കൂടി ഞാൻ ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നതാണ്. എൻ്റെ വീഡിയോകൾ നിങ്ങൾ സ്ഥിരമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഞാൻ എല്ലാ ദിവസത്തെയും കറണ്ട് അഫയേഴ്സിനോട് കൂടി തന്നെ റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റാറ്റിക് GKയും അപ്ഡേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ എൻ്റെ ക്ലാസ് നിങ്ങൾ റെഗുലറായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് മനസ്സിലായിട്ടുണ്ടാവും. നിങ്ങൾ തീർച്ചയായിട്ടും ഈ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയ പോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് യൂസ്ഫുൾ ആവണം എന്ന് കരുതുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് എൻ്റെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. എൻ്റെ ഇതിന് മുമ്പത്തെ വീഡിയോസ് കാണാത്തവരാണെങ്കിൽ അതെല്ലാം കാണുക. അപ്പോൾ ഞാനൊരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പ്ലേലിസ്റ്റിൽ ഈ മാസത്തെ കറണ്ട് അഫയേഴ്സ്, അങ്ങനെ അതേപോലെ അടുത്ത മാസത്തെ കറണ്ട് അഫയേഴ്സിൻ്റെ ഒരു പ്ലേലിസ്റ്റ് ഉണ്ടാക്കും. അപ്പോൾ പ്ലേലിസ്റ്റ് ഫസ്റ്റ് മുതൽ ഈ മാസത്തെ ഫസ്റ്റ് വീഡിയോ മുതൽ കാണാത്തവരാണെങ്കിൽ ആ പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഫസ്റ്റ് ന്യൂസ്, ഇന്ത്യ ഫിനാൻഷ്യൽ ഇയർ 22 GDP ഗ്രോത്ത്. ഇന്ത്യയുടെ 2022 ഫിനാൻഷ്യൽ ഇയർ GDP ഗ്രോത്ത് ഫോർകാസ്റ്റ് റിവൈസ് ചെയ്തു. 10.4% ആക്കി 11% എന്ന്. അത് SBI റിസർച്ച് റിപ്പോർട്ടാണ്. SBI റിസർച്ച് ഡാറ്റയാണ് അത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ SBI സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ റിസർച്ച് ഹാസ് റിവൈസ്ഡ് ഇന്ത്യസ് ഫിനാൻഷ്യൽ ഇയർ 22 ഗ്രോത്ത് ടു 10.4% ഫ്രം 11% പ്രൊജക്റ്റഡ് earlier in view of increasing COVID-19 related curbs across the states. അപ്പോൾ SBI research further assessed that India would fully inculcate 15% of its populace only in December. അപ്പോൾ ഇന്ത്യയുടെ GDP ഗ്രോത്ത് ഫോർകാസ്റ്റ് 10.4% ആയിട്ട് റിവൈസ് ചെയ്തു എന്നാണ് ന്യൂസ്. SBIയുടെ കുറച്ച് ഫാക്ട്സ് നോക്കാം. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഫൗണ്ട് ചെയ്തത് 1 ജൂലൈ 1955 SBIയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് മുംബൈയിലാണ്. ചെയർപേഴ്സൺ ദിനേഷ് കുമാർ ഖാരെയാണ്. SBIക്ക് കുറേ ടാഗ് ലൈൻസ് ഉണ്ട്. അതിലത്തെ മോസ്റ്റ് ഫേമസ് ആയിട്ടുള്ളൊരു ടാഗ് ലൈനാണ് ദ ബാങ്കർ ടു ഇന്ത്യൻ. അതുകൂടാതെ മറ്റുള്ള ടാഗ് ലൈൻസ് നമുക്കൊന്ന് നോക്കാം. ദ നേഷൻ ബാങ്ക്സ് ഓൺ അസ്, പ്യുവർ ബാങ്കിങ് നത്തിങ് എൽസ്, വിത്ത് യു ഓൾ ദ വേ, അതേപോലെ എ ബാങ്ക് ഓഫ് ദ കോമൺ മാൻ, പിന്നെ ദ ബാങ്കർ ടു എവരി ഇന്ത്യൻ. ഇതൊക്കെയാണ് SBIയുടെ ടാഗ് ലൈൻസ്. നമുക്ക് അടുത്ത ന്യൂസിലേക്ക് കിടക്കാം. RBI allows commercial banks to pay up to 50% of pre-COVID dividends. അപ്പോൾ 50% പ്രീ കോവിഡ് ഡിവിഡൻസിൻ്റെ 50% കൊമേർഷ്യൽ ബാങ്ക്സിനോട് പേ ചെയ്യാൻ അലൗ ചെയ്തിരിക്കുകയാണ്. കൊമേർഷ്യൽ ബാങ്ക്സിന് 50% പ്രീ കോവിഡ് ഡിവിഡൻസ് പേ ചെയ്യാൻ. RBI relaxed the dividend payout norms of commercial banks and allowed them to pay up to 50% of what they paid before COVID from the profits of the fiscal ended March 31st, 2021. For financial year 20, the RBI has asked banks not to make any dividend payment on equity shares from the profits in view of ongoing stress and heightened uncertainty on account of COVID-19. അപ്പോൾ RBI അലൗ ചെയ്തു കൊമേർഷ്യൽ ബാങ്ക്സിന് 50% പ്രീ കോവിഡ് ഡിവിഡൻസ് കോവിഡിന് മുമ്പ് കൊടുത്തിരുന്നതിൻ്റെ 50% കൊടുക്കാനാണ് ഇപ്പോൾ അലൗ ചെയ്തിട്ടുള്ളത്. അപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ന്യൂസ് ആയതുകൊണ്ട് നമുക്ക് RBIയുടെ കുറച്ച് ഫാക്ട്സ് നോക്കാം. RBI എസ്റ്റാബ്ലിഷ് ചെയ്തത് 1 ഏപ്രിൽ 1935 RBIയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് മുംബൈയിലാണ്. RBIയുടെ ഗവർണറാണ് ശക്തികാന്ത ദാസ്. ഡെപ്യൂട്ടി ഗവർണേഴ്സ് ഓഫ് RBI മഹേഷ് കുമാർ ജെയിൻ, മൈക്കിൾ ദേബപത്ര, പിന്നെ M രാജേശ്വർ റാവു ആണ്. പിന്നെ RBIക്ക് ചില 4 സബ്സിഡറികളുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് DICGC, ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ആൻഡ് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ, പിന്നെ NHB നാഷണൽ ഹൗസിംഗ് ബാങ്ക്, പിന്നെ ഭാരതീയ റിസർവ് ബാങ്ക് നോട്ട് മുദ്രൺ പ്രൈവറ്റ് ലിമിറ്റഡ്, പിന്നെ ഇന്ത്യൻ ഫിനാൻഷ്യൽ ടെക്നോളജി ആൻഡ് അലൈഡ് സർവീസസ്. ഈ 4 RBIയുടെ സബ്സിഡറികൾ. അതേപോലെ തന്നെ ഇന്ത്യയിൽ ആകെ 4 സ്ഥലങ്ങളിലാണ് 4 സ്റ്റേറ്റ്സിൽ 4 സ്ഥലങ്ങളിലാണ് നോട്ട് പ്രിൻറ്റിംഗ് പ്രസ് ഉള്ളത്. അതേപോലെ ഗവൺമെൻറ് മിൻസും 4 സ്ഥലങ്ങളിലാണുള്ളത്. ഈ നോട്ട് പ്രിൻറ്റിംഗ് പ്രസ്സിൻ്റെ ഫസ്റ്റ് ഞാൻ പറയാൻ പോകുന്ന 2 സ്ഥലങ്ങളിലുള്ളതാണ് RBIയുടെ അണ്ടറിലുള്ളത്. മറ്റേത് 2 ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ അണ്ടറിലുള്ളതാണ്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. നോട്ട് പ്രിൻറ്റിംഗ് പ്രസ് മൈസൂരിലും സാൽബോണിയിലുള്ളത്, അതായത് മൈസൂർ കർണാടകത്തിലത്തെ ഒരു സ്ഥലമാണ്, അതേപോലെ സാൽബോണി വെസ്റ്റ് ബംഗാളിലെ ഒരു സ്ഥലമാണ്. അപ്പോൾ ആ 2 സ്ഥലത്തും ഉള്ളത് RBIയുടെ അണ്ടറിലാണുള്ളത്. പിന്നെ ദേവാസും നാഷിക്കിലുമാണ് പിന്നെ ഉള്ളത്. അത് 2 ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കൺട്രോളിലാണ്. ദേവാസ് മധ്യപ്രദേശിലത്തെ ഒരു സ്ഥലമാണ്, അതേപോലെ നാഷിക് മഹാരാഷ്ട്രയിലത്തെ ഒരു സ്ഥലമാണ്.
പിന്നെ ഗവൺമെൻറ് മിൻസ് എവിടേക്കാണുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗവൺമെൻറ് മിൻസ് മുംബൈയിലാണ് ഒന്നുള്ളത്. മുംബൈ മഹാരാഷ്ട്രയിലത്തെ ക്യാപിറ്റലാണ് മുംബൈ. അതേപോലെ വെസ്റ്റ് ബംഗാളിൻ്റെ ക്യാപിറ്റലായ കൊൽക്കത്തയിൽ ഒരു ഗവൺമെൻറ് മിൻറ്റ് ഉണ്ട്. കോയിൻസ് മിൻറ്റ് ചെയ്യുന്ന സ്ഥലമാണ് ഞാൻ പറയുന്നത്. അതേപോലെ തെലുങ്കാനയുടെ ഹൈദരാബാദ് ക്യാപിറ്റലായ ഹൈദരാബാദിൽ ഒന്നുണ്ട്. പിന്നെ ഉത്തർപ്രദേശിൻ്റെ ഒരു സ്ഥലമായിട്ടുള്ള നോയിഡയിലും ഒരു ഗവൺമെൻറ് മിൻറ്റ് ഉണ്ട്. അപ്പോൾ മുംബൈ, കൊൽക്കത്ത, ഹൈദരാബാദ്, നോയിഡ ഈ 4 സ്ഥലങ്ങളിലാണ് ഗവൺമെൻറ് മിൻസ് ഉള്ളത്. അപ്പോൾ നമുക്കിനി അടുത്ത ന്യൂസിലേക്ക് കിടക്കാം. രാജസ്ഥാൻ പ്ലാൻസ് ടു പ്രൊവൈഡ് 30 lakh ടാപ്പ് വാട്ടർ കണക്ഷൻസ് ബൈ മാർച്ച് 2022 അണ്ടർ ജൽ ജീവൻ മിഷൻ. അപ്പോൾ ജൽ ജീവൻ മിഷൻ്റെ അണ്ടറിൽ രാജസ്ഥാൻ 30 ലക്ഷം ടാപ്പ് വാട്ടർ കണക്ഷൻസ് 2022 മാർച്ചോടുകൂടി കൊടുക്കാൻ പ്ലാൻ ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. രാജസ്ഥാൻ ഹാസ് പ്ലാൻ ടു പ്രൊവൈഡ് 30 lakh ടാപ്പ് വാട്ടർ കണക്ഷൻസ് ബൈ മാർച്ച് 2022 അണ്ടർ ജൽ ജീവൻ മിഷൻ. The state has more than 1 crore rural households, out of which over 19% are getting tap water supply. In 2020-21, about 6,77,000 new tap connections were provided in rural areas. Jal Jeevan Mission, a flagship program by Union Government, aims to provide piped tap water in every rural household by 2024. അപ്പോൾ രാജസ്ഥാൻ പ്ലാൻ ചെയ്തിരിക്കുകയാണ് 30 ലക്ഷം ടാപ്പ് വാട്ടർ കണക്ഷൻ മാർച്ച് 2022 ജൽ ജീവൻ മിഷൻ്റെ അണ്ടറിൽ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ രാജസ്ഥാൻ റിലേറ്റഡ് ന്യൂസ് ആയതുകൊണ്ട് നമുക്ക് രാജസ്ഥാൻ്റെ കുറച്ച് സ്റ്റാറ്റിക് GK നോക്കാം. രാജസ്ഥാൻ്റെ ക്യാപിറ്റലാണ് ജയ്പൂർ. രാജസ്ഥാൻ്റെ ചീഫ് മിനിസ്റ്ററുടെ പേരാണ് അശോക് ഗെഹ്ലോട്ട്. പിന്നെ ഗവർണറുടെ പേരാണ് കൽരാജ് മിശ്ര. പിന്നെ കുറച്ച് നാഷണൽ പാർക്ക് ഉണ്ട് രാജസ്ഥാനിൽ. അതിൻ്റെ പേരുകൾ ഞാൻ വായിക്കാം. രത്തംബോർ നാഷണൽ പാർക്ക്, സരിസ്ക നാഷണൽ പാർക്ക്, ക്യോലാഡിയോ നാഷണൽ പാർക്ക്, ഡെസേർട്ട് നാഷണൽ പാർക്ക്, ഇതൊക്കെ രാജസ്ഥാനിലാണുള്ളത്. പിന്നെ വൈൽഡ് ലൈഫ് സാങ്ച്വറികളുടെ പേര് പറയാം. ബാസി വൈൽഡ് ലൈഫ് സാങ്ച്വറി, സാംബാർ വൈൽഡ് ലൈഫ് സാങ്ച്വറി, കുംബൽഗർ വൈൽഡ് ലൈഫ് സാങ്ച്വറി, ദാര വൈൽഡ് ലൈഫ് സാങ്ച്വറി, ഷേർഗർ വൈൽഡ് ലൈഫ് സാങ്ച്വറി, ഇതൊക്കെ രാജസ്ഥാനിലുള്ള വൈൽഡ് ലൈഫ് സാങ്ച്വറികളുടെ പേരാണ്. പിന്നെ മാഹി ബൻസ്വാര അറ്റോമിക് പവർ പ്ലാന്റ് രാജസ്ഥാനിലാണുള്ളത്. ബിസാൽപൂർ ഡാം, ബാനസ് റിവറിലത്തെ ബിസാൽപൂർ ഡാം രാജസ്ഥാനിലാണുള്ളത്. അതേപോലെ പിച്ചോര ലേക്ക്, അതൊരു ആർട്ടിഫിഷ്യൽ ഫ്രഷ് വാട്ടർ ലേക്കാണ്, അതും രാജസ്ഥാനിലാണുള്ളത്. പിന്നെ അടുത്ത ന്യൂസ്, അടുത്ത ഒരു ഇമ്പോർട്ടൻറ്റ് ഡേ ആണ്. ഇൻ്റർനാഷണൽ ഡെലിഗേറ്റ്സ് ഡേ ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നത് 25 ഏപ്രിലാണ്. 2019 യുണൈറ്റഡ് നേഷൻസ് പ്രൊക്ലെയിം ചെയ്തു 25 ഏപ്രിൽ ഇൻ്റർനാഷണൽ ഡെലിഗേറ്റ്സ് ഡേ ആയിട്ട് ഒബ്സർവ് ചെയ്യാമെന്ന്. അപ്പോൾ ഇൻ്റർനാഷണൽ ഡെലിഗേറ്റ്സ് ഡേ മാർക്സ് ദ ആനിവേഴ്സറി ഓഫ് എ ഫസ്റ്റ് ഡേ ഓഫ് ദ സാൻ ഫ്രാൻസിസ്കോ കോൺഫറൻസ്. അപ്പോൾ സാൻ ഫ്രാൻസിസ്കോ കോൺഫറൻസിൻ്റെ ആനിവേഴ്സറി മാർക്ക് ചെയ്യാനും കൂടി വേണ്ടിയിട്ടാണ് ഇൻ്റർനാഷണൽ ഡെലിഗേറ്റ്സ് ഡേ ഒബ്സർവ് ചെയ്യുന്നത്. ഓൾസോ നോൺ ആസ് യുണൈറ്റഡ് നേഷൻസ് കോൺഫറൻസ് ഓൺ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ. On 25th April 1945, delegates from 50 countries came together for the first time in San Francisco. അപ്പോൾ ഇൻ്റർനാഷണൽ ഡെലിഗേറ്റ്സ് ഡേ ഏപ്രിൽ 25 ഒബ്സർവ് ചെയ്യുന്നത്. അപ്പോൾ യുണൈറ്റഡ് നേഷൻസ് ആണിത് ഒബ്സർവ് ചെയ്യുന്നത്. അപ്പോൾ യുണൈറ്റഡ് നേഷൻസിൻ്റെ കുറച്ച് ഫാക്ട്സ് നോക്കാം. അത് ഫൗണ്ട് ചെയ്തത് 24th October 1945 അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂയോർക്ക്, യുണൈറ്റഡ് സ്റ്റേറ്റ്സിലാണ്. പിന്നെ സെക്രട്ടറി ജനറൽ, യുണൈറ്റഡ് നേഷൻസിൻ്റെ സെക്രട്ടറി ജനറലിൻ്റെ പേരാണ് അന്റോണിയോ ഗുട്രസ്. അടുത്ത ന്യൂസ്, വേൾഡ് മലേറിയ ഡേ ഒബ്സർവ് ചെയ്യുന്നത് 25th ഏപ്രിലാണ്. വേൾഡ് മലേറിയ ഡേ is observed annually on 25th April to bring global attention to the efforts being made to bring an end to malaria and encourage action to reduce suffering and death from the disease. അപ്പോൾ ഈ വർഷത്തെ തീമാണ് റീച്ചിങ് ദ സീറോ മലേറിയ ടാർഗറ്റ്. റീച്ചിങ് ദ സീറോ മലേറിയ ടാർഗറ്റാണ് ഈ വർഷത്തെ തീം. ഇന്ത്യ ഹാസ് വിറ്റ്നസ്ഡ് 84% റിഡക്ഷൻ ഇൻ മലേറിയ കേസസ് ഇൻ 2020 ആസ് കമ്പയർഡ് ടു 2015. 2025 അപേക്ഷിച്ച് 84% റിഡക്ഷനാണ് ഉണ്ടായിട്ടുള്ളത് മലേറിയ കേസസിൽ 2015 അപേക്ഷിച്ച് 2020. അടുത്ത ന്യൂസ്, ക്ലൈമറ്റ് ആക്ടിവിസ്റ്റ് ഓതർ ആകാശ് റാണിസൺ ലോഞ്ചസ് ഹിസ് ഇ-ബുക്ക് ക്ലൈമറ്റ് ചേഞ്ച് എക്സ്പ്ലെയിൻഡ് ഫോർ വൺ ആൻഡ് ഓൾ. അപ്പോൾ ആകാശ് റാണിസൺ ആണ് ക്ലൈമറ്റ് ചേഞ്ച് ആക്ടിവിസ്റ്റ് ആൻഡ് സസ്റ്റൈനബിലിറ്റി ഇൻഫ്ലുവൻസറായ ആകാശ് റാണിസൺ ഒരു ഇ-ബുക്ക് ലോഞ്ച് ചെയ്തു. അതിൻ്റെ പേരാണ് ക്ലൈമറ്റ് ചേഞ്ച് എക്സ്പ്ലെയിൻഡ് ഫോർ വൺ ആൻഡ് ഓൾ. ഇറ്റ് ഫോക്കസസ് ഓൺ ക്ലൈമറ്റ് ചേഞ്ച്. അത് ഫോക്കസ് ചെയ്യുന്നത് ക്ലൈമറ്റ് ചേഞ്ചിനെയും അതേപോലെ അത് എങ്ങനെ ഒരു ഇൻഡിവിജ്വലിൻ്റെ ലൈഫിനെ അഫക്റ്റ് ചെയ്യണമെന്നുള്ളതും അതാണ് ആ ബുക്കിൽ പറഞ്ഞിട്ടുള്ളത്. ഹി ഹാസ് കൊളാബറേറ്റഡ് വിത്ത് ദ സ്പിതി എക്കോസ്ഫിയർ, എ സോഷ്യൽ എൻ്റർപ്രൈസ് ദാറ്റ് ഫോക്കസസ് ഓൺ ക്രിയേറ്റിംഗ് സസ്റ്റൈനബിൾ ലൈവ്ലിഹുഡ്സ് ത്രൂ ദ കൺസർവേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് എക്കണോമീസ്. അപ്പോൾ ക്ലൈമറ്റ് ആക്ടിവിസ്റ്റായ ഓതറായ ആകാശ് റാണിസൺ ലോഞ്ച് ചെയ്ത ഇ ബുക്കിൻ്റെ പേരാണ് ക്ലൈമറ്റ് ചേഞ്ച് എക്സ്പ്ലെയിൻഡ് ഫോർ വൺ ആൻഡ് ഓൾ. അടുത്ത ന്യൂസ്,
Rumana Sinha Sehgal has been awarded the Nelson Mandela World Humanitarian Award 2021. അപ്പോൾ നെൽസൺ മണ്ടേല വേൾഡ് ഹ്യൂമാനിറ്റേറിയൻ അവാർഡ് നേടിയത് റുമാന സിൻഹ സെഹ്ഗാലിനാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ റുമാന സിൻഹ സെഹ്ഗാൽ ഹാസ് ബീൻ വിർച്വലി അവാർഡഡ് ദ പ്രസ്റ്റീജിയസ് നെൽസൺ മണ്ടേല വേൾഡ് ഹ്യൂമാനിറ്റേറിയൻ അവാർഡ് 2021 by the diplomatic mission Global Peace for her work in the fields of developing innovative and functional green products by recycling varied materials and creative use of non-biodegradable materials, thus enhancing their useful life. She is also the recipient of Under 50 Business Leader Award 2021. അപ്പോൾ ഈ ഒരു അവാർഡ് കിട്ടി. അത് കൂടാതെ വേറൊരു അവാർഡും കിട്ടിയിട്ടുണ്ട് ഈ വർഷം തന്നെ. അതായത് Under 50 Business Leader Award 2021 കൂടിയിട്ട് കിട്ടിയിട്ടുണ്ട് റുമാന സിൻഹ സെഹ്ഗാലിന്. അപ്പോൾ നെൽസൺ മണ്ടേല വേൾഡ് ഹ്യൂമാനിറ്റേറിയൻ അവാർഡും കിട്ടി റുമാന സിൻഹ സെഹ്ഗാലിന്. അതേപോലെ Under 50 ബിസിനസ് ലീഡർ അവാർഡും ലഭിച്ചത് റുമാന സിൻഹ സെഹ്ഗാലിനാണ്. അടുത്ത ന്യൂസ്, ഇന്ത്യ റേറ്റിംഗ്സ് ആൻഡ് റിസർച്ച് റിവൈസസ് ഡൗൺ ഇന്ത്യാസ് ഫിനാൻഷ്യൽ ഇയർ 22 GDP ഗ്രോത്ത് ഫോർകാസ്റ്റ് ടു 10.1%. 10.4% ആയിരുന്നു അവർ ഇതിന് മുമ്പ് ഫോർകാസ്റ്റ് ചെയ്തത്. ഇപ്പോൾ 10.1% മാറ്റിയെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതേപോലെ SBI ഒരു ഫോർകാസ്റ്റ് നടത്തി. അവർ മുമ്പ് റിവൈസ് ചെയ്തു. മുമ്പ് പറഞ്ഞതിന് 11% ഗ്രോത്ത് ഉണ്ടാവുമെന്ന് പറഞ്ഞു, 11.4 ആക്കി ചുരുക്കി. അതേപോലെ ഇപ്പോൾ ഇന്ത്യ റേറ്റിംഗ്സ് ആൻഡ് റിസർച്ച് ആണ് റിവൈസ് ഡൗൺ ചെയ്യുന്നത്. 10.4 ആണ് ഇതിന് മുമ്പ് പറഞ്ഞത്, 10.1% ആക്കി ചുരുക്കി ഫോർകാസ്റ്റ്. അപ്പോൾ ഇന്ത്യ റേറ്റിംഗ്സ് ആൻഡ് റിസർച്ച് റിവൈസ്ഡ് ഡൗൺ ഇന്ത്യാസ് ഫിനാൻഷ്യൽ ഇയർ 22 റിയൽ GDP ഗ്രോത്ത് ഫോർകാസ്റ്റ് ടു 10.1% ഫ്രം ഏർലിയർ പ്രൊജക്ഷൻ ഓഫ് 10.4%, സൈറ്റിംഗ് ദ സെക്കൻഡ് വേവ് ഓഫ് COVID-19 ഇൻഫെക്ഷൻസ് ആൻഡ് സ്ലോവർ പേസ് ഓഫ് വാക്സിനേഷൻ. അപ്പോൾ ഇത് ഇങ്ങനെ ചുരുക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്കൻഡ് വേവ് വന്നതും COVID-19 സെക്കൻഡ് വേവ് വന്നതും അതേപോലെ വാക്സിനേഷൻ്റെ സ്പീഡ് കുറയുന്നതും കൊണ്ടാണ് ഈ ഒരു കുറയാൻ, അതായത് GDP ഗ്രോത്ത് കുറയുമെന്ന് പ്രവചിക്കാൻ കാരണം. Earlier this month, Reserve Bank maintained its 10.5% GDP growth estimate, but Governor Shaktikanta Das has flagged the rising cases as the biggest impediment to the recovery. So the economy is estimated to have contracted by 7.6% in 2021. അപ്പോൾ നമ്മുടെ എക്കണോമി 7.6% കോൺട്രാക്ട് ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യ റേറ്റിംഗ്സ് ആൻഡ് റിസർച്ച് റിവൈസ് ചെയ്തത് 10.1% ആണ് ഇന്ത്യയുടെ ഗ്രോത്ത് ഫോർകാസ്റ്റ്, GDP ഗ്രോത്ത് ഫോർകാസ്റ്റ്. അടുത്ത ന്യൂസ്, ഇന്ത്യൻ ആൻഡ് ഫ്രഞ്ച് നേവി ബൈലാറ്ററൽ എക്സസൈസ് വരുണ 2021 കണ്ടക്റ്റഡ് ഇൻ അറേബ്യൻ സീ. അപ്പോൾ വരുണ 2021 അറേബ്യൻ സീയിൽ വെച്ച് കണ്ടക്ട് ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് 19th എഡിഷൻ ഓഫ് ഇന്ത്യ ഫ്രഞ്ച് നേവി ബൈലാറ്ററൽ എക്സസൈസ് വരുണ 2021 ഈസ് ടു ബി കണ്ടക്റ്റഡ്. അപ്പോൾ കണ്ടക്ട് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. കണ്ടക്റ്റഡ് ഇൻ ദ അറേബ്യൻ സീ ഫ്രം 25th to 27th April 2021. അതായത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ദ 3-day എക്സസൈസ് വിൽ സീ ഹൈ ടെമ്പോ നേവൽ ഓപ്പറേഷൻസ് അറ്റ് സീ ഇൻക്ലൂഡിംഗ് അഡ്വാൻസ്ഡ് എയർ ഡിഫൻസ് ആൻഡ് എയർ ആൻറ്റി സബ്മറൈൻ എക്സസൈസസ്. അപ്പോൾ ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള നേവി ബൈലാറ്ററൽ എക്സസൈസ് ആണ് വരുണ 2021. ഈ കൊല്ലം നടക്കുന്നത് ഇപ്പോൾ 19th എഡിഷനാണ്. അപ്പോൾ ഇനി നമുക്ക് ചീഫ് ഓഫ് നേവൽ സ്റ്റാഫ് അഡ്മിറൽ കരംബീർ സിംഗ് ആണ്. ചീഫ് ഓഫ് ദ ആർമി സ്റ്റാഫ് ജനറൽ മനോജ് മുകുന്ദ് നാരാവണയാണ്. ചീഫ് ഓഫ് ദ എയർ സ്റ്റാഫ് രാകേഷ് കുമാർ സിംഗ് ബഡൌരിയയാണ്. അപ്പോൾ ഇന്ത്യയും ഫ്രഞ്ചും തമ്മിലുള്ള നേവൽ എക്സസൈസ് എന്ന് പറഞ്ഞു. അപ്പോൾ ഫ്രാൻസിൻ്റെ കുറച്ച് സ്ട്രാറ്റജിക്ക് നമുക്ക് നോക്കാം. ഫ്രാൻസിൻ്റെ ക്യാപിറ്റലാണ് പാരീസ്, കറൻസി യൂറോ ആണ്. ഫ്രാൻസിൻ്റെ പ്രസിഡൻറ്റിൻ്റെ പേരാണ് ഇമാനുവൽ മാക്രോൺ, പ്രൈം മിനിസ്റ്ററുടെ പേരാണ് ജീൻ കാസ്റ്റെക്സ്. അടുത്ത ന്യൂസ്, ഇന്ത്യ ബിക്കംസ് ദ ഫാസ്റ്റസ്റ്റ് കൺട്രി ടു അഡ്മിനിസ്റ്റർ 14 crore doses ഓഫ് കൊറോണ വാക്സിൻ. അപ്പോൾ ഇന്ത്യ ബിക്കംസ് ദ ഫാസ്റ്റസ്റ്റ് കൺട്രി ടു അഡ്മിനിസ്റ്റർ 14 crore doses ഓഫ് COVID-19 വാക്സിൻ ഇൻ ജസ്റ്റ് 99 days. 99 ദിവസം കൊണ്ട് 14 കോടി ഡോസ് വാക്സിൻ കുത്തിവെച്ചു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് ഇൻക്ലൂഡ് ചെയ്യുന്നത് 92,89,000 ഹെൽത്ത് കെയർ വർക്കേഴ്സിലും അതേപോലെ തന്നെ ഫസ്റ്റ് ഡോസ് അടിച്ചു. അതേപോലെ ആൻഡ് അറൌണ്ട് 60 lakh ഹെൽത്ത് കെയർ വർക്കേഴ്സ് ഹു ഹാവ് ടേക്കൺ ദ സെക്കൻഡ് ഡോസ്. ഹെൽത്ത് കെയർ വർക്കേഴ്സ് 60 ലക്ഷത്തിലധികം ഹെൽത്ത് കെയർ വർക്കേഴ്സ് സെക്കൻഡ് ഡോസും അടിച്ചു എന്നാണ്, വാക്സിനേറ്റ് ആയി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓവർ 1,19 lakh ഫ്രണ്ട് ലൈൻ വർക്കേഴ്സ് ഹാവ് ടേക്കൺ ദ ഫസ്റ്റ് ഡോസ്. ഫ്രണ്ട് ലൈൻ വർക്കേഴ്സിൻ്റെ കണക്ക് നോക്കുകയാണെങ്കിൽ 19 ലക്ഷം ഫ്രണ്ട് ലൈൻ വർക്കേഴ്സാണ് ഫസ്റ്റ് ഡോസ് എടുത്തത്. ആൻഡ് മോർ ദാൻ 62 lakh ഫ്രണ്ട് ലൈൻ വർക്കേഴ്സ് ഹാവ് ടേക്കൺ ദ സെക്കൻഡ് ഡോസ്.
അപ്പോൾ മൊത്തം നോക്കുകയാണെങ്കിൽ 62 ലാക്ക് ഫ്രണ്ട് ലൈൻ വർക്കേഴ്സ് സെക്കൻഡ് ഡോസും എടുത്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യയാണ് ഫാസ്റ്റസ്റ്റ് കൺട്രി ടു അഡ്മിനിസ്റ്റർ 14 crore ഡോസസ് ഓഫ് കൊറോണ വാക്സിൻ. അപ്പോൾ 14 കോടി ആൾക്കാരിൽ കുത്തിവെച്ചു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇന്ത്യ ഫാസ്റ്റസ്റ്റ് കൺട്രിയായി 14 കോടി ഡോസ് കൊടുക്കുന്ന ഒരു കൺട്രിയായി. അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിൽ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. പിന്നെ ഈ വീഡിയോയിൽ ഞാൻ മാക്സിമം സ്റ്റാറ്റിക് GK ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും റെക്കമെൻഡേഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. എന്തെങ്കിലും ഞാൻ അഡീഷണലായിട്ട് ആഡ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഞാനതും അപ്ഡേറ്റ് ചെയ്ത് വരുന്നതാണ് വരുന്ന ക്ലാസ്സുകളിൽ. സോ താങ്ക് യു എവരി വൺ. താങ്ക് യു.